എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരാണ്. കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഇപ്പോഴും പോകാൻ പോകുന്നത്. ആ കൂട്ടുകാരനെയും കൂട്ടി മറ്റൊരു കൂട്ടുകാരനെയും കൂട്ടി ഞങ്ങൾ ഞങ്ങളുടെ പഴയ കോളേജിലേക്ക് പോവുകയാണ്. പഴയ കോളേജല്ല, അതേ കോളേജ് തന്നെ. കണ്ണാടി കൊണ്ടുവന്ന അതെ, ഇത് ചെടീന്റെ കണ്ണാടി. എന്റെ കണ്ണാടി വെച്ചിരിക്കും. ഗുഡ് മോർണിംഗ് ഉണ്ട് എല്ലാവർക്കും. എന്താണ് ഇരിക്കട്ടെ, എന്നാലും പറയാം. അതായത് കുറെ കാലം വീഡിയോ ഒക്കെ ചെയ്തിട്ട് പറ്റാൻ എന്താണ് ഒരു ചെറിയൊരു പണി കിട്ടിയതാണ്. ഒരു പണി ഒരു ജാതി വല്ലാത്ത പണിയായിപ്പോയി. പണ്ട് മുതലേ ഉണ്ടല്ലോ പണി ഒരുപാട് കിട്ടിയ വഴി കൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ആ പണികൾ ഇതിലെ പോകുന്ന ഓരോ ഇടവഴി കൂടെ പണികൾ കിട്ടിയിട്ടുണ്ട്. പണികൾക്ക് മെയിനായിട്ട് ഇത് ചുക്കാൻ പിടിച്ചോണ്ടിരുന്നവരാണ് ഇത് വണ്ടി ഓടിക്കുന്നത്. ഇയക്കാവോന്നും പറഞ്ഞ് കാറി ഓടിയ നാടാണിത്. വെല്ലമെടുത്ത് ഇരിക്കുന്ന പണിയൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നവനാണ് ഇവൻ. അതെ, ആ പണീന്റെ പരിണത ഫലമായിട്ട് ഇവിടുന്ന് വാലും പൊക്കി ഓടി തൃശ്ശൂർ വരെ എത്തിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ വലിയ വലിയ കഥകൾ. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ, ഞങ്ങൾക്ക് ഒരുപാട് ടീമുണ്ട്, പക്ഷെ എല്ലാവരും കൂടിയിട്ടൊന്നുമില്ല. അത്യാവശ്യം തൽക്കാലത്തേക്ക് ഞങ്ങൾ 3 പേർക്ക് ഒരുമിക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് പിന്നെ അങ്ങനെയാണല്ലോ, കോളേജൊക്കെ കഴിഞ്ഞ ഒരു 10-12 വർഷമൊക്കെ കഴിയുമ്പോൾ അങ്ങനെ എല്ലാവരെയും കൂടെ ഒന്ന് ഒരുമിച്ച് കിട്ടാറില്ല. അതാണ് സ്വാഭാവികം. എല്ലാവരും കൂടെ കിട്ടണമെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. എന്താണ് ഇതിലെ ഞങ്ങൾ താമസിച്ച സ്ഥലങ്ങൾ, ഞങ്ങൾക്ക് റൂം തന്ന ചേട്ടന്മാർ, ഞങ്ങളെ ഇറക്കി വിട്ട ചേട്ടന്മാർ, ഞങ്ങളെ അടിച്ച ചേട്ടന്മാർ, അങ്ങനെ ഒരുപാട് പേരെ കാണാനുണ്ട്. അതെ, ഭക്ഷണം തന്നവർ, പൈസ ഉള്ളപ്പോഴും പൈസ ഇല്ലാത്തപ്പോഴും ഭക്ഷണം തന്നവർ, അങ്ങനെ അവരെയൊക്കെ ഒന്ന് പോയി കാണണം. കോളേജിൻ്റെ കാര്യങ്ങൾ ഇതാ, കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ്, കാണിച്ചു തരാം. ഇവിടുത്തെ TNRTC അല്ലടാ. അതെ, ഈ 21A ഞങ്ങൾ കോയമ്പത്തൂരിൽ ഇറങ്ങി നേരെ കോളേജിലേക്ക് വന്നുകൊണ്ടിരുന്നത്. കേറൂല ആ താഴെ എഴുതിയിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഏറ്റവും അവസാനത്തെ വിരാലിയൂർ. വീരന്മാർ താമസിച്ചുകൊണ്ടിരുന്ന നാടായിരുന്നു. അതുകൊണ്ടാണ് നരസിപുരം വണ്ടിയാണ്. ഗാന്ധിപുരത്ത് കയറിയിട്ടാണ് 21A ബസ്സാണ്. ആദ്യം വരുമ്പോഴും ഇങ്ങനെയായിരുന്നു, നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ആയിരുന്നു. 2008 ഇവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ പിന്നീടാണ് ഈ പച്ചപ്പും ഹരിതാപം. ഇതൊന്നും ഓർമ്മിപ്പിക്കല്ലേ ഈ വയലൊന്നും. ഈ പച്ചപ്പ് ഹരിതാപമൊക്കെ കണ്ടാണ് ഞങ്ങൾ ഇവിടെ ചേർന്നത്. ആ വീഡിയോ നീ വലിയ പ്രശസ്തനായ പെറ്റ് എഞ്ചിനീയർ അല്ലേ? അവൻ പെറ്റ് എഞ്ചിനീയർ ആയതുകൊണ്ടാണ് അവന് പുറകിൽ സീറ്റ് പ്രത്യേകം കൊടുത്തേക്കുന്നത്. പുള്ളി ഫ്രണ്ടിൽ ഇരിക്കുകയല്ല. പിന്നെ അദ്ദേഹം ഇരിക്കണമെങ്കിൽ ടെഡീനെ അറിയത്തില്ലാത്തവരാരും ഉണ്ടാകില്ല. ടെഡി സിരിന്ന് വിളിക്കുന്ന പോലെയാണ് ടെഡി. പ്രകൃതി ഇവിടെ എന്നും ഒരു രമണിയായിരുന്നു. ആ രമണീന്റെ ഒരു ഭംഗി കണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതും ജോയിൻ ചെയ്തതും. എന്ത് രമണി, അത് തന്നെ. പക്ഷെ ഉണ്ടല്ലോ, ചില ദിവസങ്ങൾ ഇതാ ഈ വളവിന്റെ അപ്പുറത്തുണ്ടല്ലോ, ഇവിടെ വന്നിട്ട് ഒരു പൊതു ശ്മശാനമുണ്ട്. ആ പൊതു ശ്മശാനത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഞങ്ങളുടെ ആദ്യത്തെ റാഗിങ് കിട്ടിയതും അടി കിട്ടിയതും. അതെ, ഏതോ ഒരുത്തം പോലീസിനെ വിളിച്ച് കാറിയതുകൊണ്ട് ആ നേരത്തെ ഉള്ള ജീവനം കൊണ്ട് തിരിച്ചു വന്നു. അവിടെയാണ് സ്ഥലം കണ്ട, ഈ കാണുന്ന പാടത്തിട്ടാണ് ആദ്യത്തെ അടി. ഈ കോളേജിന്റെ ക്യാമ്പസ് അവർ മരങ്ങളെല്ലാം വെച്ച് വളരെ ഭംഗിയാക്കി പഠിച്ചിട്ട് പോയിട്ട് ഇതുവരെ വരാത്തവർക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് മാറ്റം ഫീൽ ചെയ്യും. അപ്പം ഇതുവരെ ഞങ്ങളുടെ കോളേജ് പഠിച്ചിറങ്ങിയ ഞങ്ങളുടെ ബാച്ച്, അതിന് മുമ്പ് അത് കഴിഞ്ഞുള്ള എല്ലാവർക്കും ഇപ്പോഴത്തെ നമ്മുടെ കോളേജിന്റെ അവസ്ഥ ഒന്നും കൂടെ കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. അതെ, ഇപ്പൊ ഞാനിവിടെ വന്നത് കുറെ കണ്ട് മടുത്തടേ.
എങ്ങനെയുണ്ട് നിനക്ക് പുതിയ കോളേജ് കണ്ടിട്ട്? എന്താ സെറ്റപ്പ് മാറിയേക്കുന്നല്ലേ? ഞാനിതൊരു 8 വട്ടമൊക്കെ ആയിടേ. ഇവൻ ഒരുപാട് ഇരുന്ന് പഠിക്കുന്ന കൂട്ടത്തിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. മൂന്നും കൂടെ വീണ്ടും കോളേജിലേക്ക് വന്നേക്കാം. ആദ്യം ആ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഇതായിരുന്നു ആ ഗ്രൗണ്ട്. അത് സർവേ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം സർവേ ഇത് ഫുള്ള് മാറിയില്ല. ഇതിലാണ് 2008 മുതൽ 2012 വരെ, അതായത് 4 കൊല്ലം. 4 കൊല്ലത്തെ ബിടെക് ബിരുദം ഞാൻ നേടിയെന്ന് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്ന കോളേജാണിത്. REC, ദ ഗ്രേറ്റ് രംഗനാഥൻ എഞ്ചിനീയറിംഗ് കോളേജ്. എങ്ങനെയുണ്ട് എൻ്റെ കോളേജ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്തൊരു ഭംഗിയാണ് ശരിക്കും. ഞങ്ങൾക്കുണ്ടല്ലോ ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു ക്യാമ്പസ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഉണ്ടായില്ലേ ഒരു നൊസ്റ്റു ഫീലിംഗ്? ആ സാധനമാണ് ഇപ്പോൾ ഉള്ളത്. അയ്യോ നൊസ്റ്റു. രണ്ടാമതും മൂന്നാമതും വരുമ്പോൾ അത് മാറിക്കോളും. ഈ ഒരു വരവോടുകൂടി പരിപാടി തീർത്ത് എനിക്ക് പോകാൻ പറ്റണ ദൈവമേ തോന്നില്ല. നടക്കൂലേ? സെൽഫിയോട് സെൽഫി എത്ര നമ്മളെ കോളേജിൽ വന്ന കാര്യങ്ങളൊക്കെ കൂടെ ഒപ്പിയെടുത്തോണ്ടിരിക്കുകയാണ്. മെമ്മറീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമന്മാരെ. ഞാൻ അത്രയ്ക്ക് നീക്കിയാലേ നീ വരുന്നേ കാണും. ഓ ഇവിടെ നല്ല ഫ്രെയിമാണോടാ. പണ്ട് ഇത് തന്നെ വിശ്വവിഖ്യാതമായ പെറ്റ് എഞ്ചിനീയർ ഒരിക്കലും ക്ലാസ്സിന്റെ അകത്ത് ഇരുന്നിട്ടില്ല. കൂടുതൽ സമയം പുറത്തായിരുന്നു. ഇപ്പോഴും അങ്ങനെ കോളേജിൽ വന്ന് എക്സാംസിന്റെ അകത്ത് കയറ്റുന്നില്ല, പുറത്താണ്. എന്നെയാണോ നീ പറയുന്നത്? പിന്നല്ലാണ്ട് എനിക്കിത് നിന്ന് ശീലമായി. എനിക്കതുകൊണ്ട് ഇപ്പോഴും കുഴപ്പമില്ല. നമ്മുടെ ജൂനിയേഴ്സ്, നമ്മുടെ സീനിയേഴ്സ് ആർക്കെങ്കിലും ഒക്കെ നമ്മളോട് ദേഷ്യമോ നമ്മളോട് സ്നേഹമോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിലൊന്ന് അറിയിച്ചേക്കുക. കാണാൻ ആഗ്രഹമുണ്ട് എല്ലാരെയും. അന്നത്തെ ഒരു ബുദ്ധിയില്ലാത്ത സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും കോളേജൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇത് തന്നെ ആയിരിക്കും ആലോചിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്യാനുണ്ട്. അന്നത്തെ ബുദ്ധി ഇല്ലാത്തതല്ല, ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. അത് തന്നെ നിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്റെ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ. മിക്കവാറും ഇവിടെ വെച്ച് വീണ്ടും അടിയാവും കേട്ടോ. സെൽഫി എടുക്കാൻ എടുത്ത് കൊടുത്ത ക്യാമറ വ്ലോഗ് ആക്കി കൊണ്ട് നിൽക്കുക. സിവിൽ ഡിപ്പാർട്ട്മെന്റ് പോയി നോക്കാം. അവിടെ നിന്നാണ് പഠിച്ചിറങ്ങിയിരിക്കുന്നത്. അവിടെ ആരെങ്കിലും അറിയുന്നവരാരെങ്കിലും കോളേജിൽ പഠിക്കുമ്പോൾ പോലും നീ ഇതിനകത്ത് കയറിയിട്ടില്ല. പിന്നെ വീഡിയോ എടുക്കാൻ മാത്രം എന്തിനാണ്? ഏത് ബുക്കാണ് നീ എടുത്ത് കൈ വെച്ചേക്കുന്നത് കാണിച്ച? ഇലക്ട്രിക് സർക്യൂട്ട് നമുക്ക് പഠിക്കേണ്ട സാധനമല്ലല്ലോ അത്. അല്ല, ഒരു ഭംഗിക്ക് ഒരു ലൈബ്രറി ഒക്കെ ആകുമ്പോൾ അത് ഇലക്ട്രിക്കലിന്റെയാ. കളിക സിവിലിന്റെ ഇപ്പുറത്താട്ടോ. മാറിപ്പോയി. കട്ടി കട്ടി എവിടെ ഓർമ്മിപ്പിക്കുള്ള പൊന്നെ. സ്ട്രക്ചറൽ അനാലിസിസ് ഇപ്പോഴും കാണുമ്പോ ഒന്നും മനസ്സിലാവത്തില്ല. ഈ ബുക്ക് ഞാൻ പണ്ട് റെഫർ ചെയ്യായിരുന്നു ഒരുപാട്. അതെ അതെ അതെ. ഏറ്റവും കൂടുതൽ തുണ്ട് എഴുതിയേക്കുന്നത് ഇതിനകത്തായിരിക്കും. നീ അതിനു വേണ്ടിയിട്ടായിരിക്കും റെഫർ ചെയ്തത്. 4-5 വർഷം കോളേജിൽ പഠിച്ചിട്ട് ഈ ലൈബ്രറിയിൽ ഞാൻ ഇങ്ങനെ വന്ന് ബുക്ക് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ പഠിച്ച ക്ലാസ്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ്. വന്നപ്പോൾ ആ ഏറ്റവും അങ്ങേയറ്റത്തെ ബെഞ്ചിൽ ആ കസേര കിടക്കുന്നുണ്ടോ, വേണ്ടാത്തൊരു കസേര. ആ കസേര ഇരിക്കുന്ന അവിടെയായിരുന്നു എൻ്റെ സീറ്റിംഗ് പൊസിഷൻ. കോളേജിൽ വന്ന അത് കാണിച്ച ആദ്യത്തെ ക്ലാസ് അല്ലേ? ആ കയറി വന്ന അവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടില്ലെങ്കിൽ അതെ, അതിന്റെ മുകളിൽ വണ്ടിനടിച്ചിട്ടോ? ഇവിടെ മറ്റേ പൂച്ച ഒന്നും കടിക്കുന്നില്ലായിരുന്നു. ആ സാധനം ഓർക്കുന്നുണ്ടോ? നീ ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ഇവിടെ ഓർമ്മ ഉണ്ടാക്കി തന്നവനാ പുറകിലുള്ളത്.
മീശയിൽ പറ്റിക്കേണ്ട പത്ത് എന്നെ കൊണ്ട് ഞാൻ പറ്റുമോടെ? ഇല്ല. പറ്റുക? പറ്റൂലേ? ഒരിക്കലും അതിനുള്ള കഴിവ് ഇതുവരെ ദൈവം കൊടുത്തിട്ടില്ല. നിന്നെ കൊണ്ട് പറ്റുമോ മിസ്റ്റർ? നോ നെവർ. ആ അതാണ്. പക്ഷെ ഇത് രുചി കാരണം തിന്നാൻ ഇരിക്കാൻ തോന്നുന്നില്ല അല്ലേ? ഇതാണ് കേട്ടോ ഞങ്ങളുടെ സെന്റർ സെലമ്പന്നൂർ. ഈ സെലമ്പന്നൂരിലായിരുന്നു ഞങ്ങളുടെ ഒരു 4 വർഷം. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഡേവിഡ് ഏട്ടൻ്റെ കട, ജോൺസൺ കട. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഈ കാണുന്ന ആലിനുണ്ടല്ലോ, ഞങ്ങളെ കണ്ടിട്ടുണ്ട് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. നീയൊക്കെ വീണ്ടും തിരിച്ചു വന്നോടേ എന്നൊരു രീതിയിലായിരിക്കും അത് പാല്. ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു ഇരിക്കുന്നതൊക്കെ ഒക്കെ പോയി കേട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന വഴി. നേരെ ചെല്ലുന്നേ ഈ കാണുന്നതാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ സ്വന്തം വീട്. സ്വന്തമല്ല കേട്ടോ, വാടക വീട്. 3 വർഷത്തോളം ഇവിടെ താമസിച്ചു. ആ അവിടെ വയ്ക്കാം തമ്പി. ഈ കാണുന്ന മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ പരീക്ഷയ്ക്കൊക്കെ ഇടയ്ക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇത് ഈ ഫുള്ള് ചോളമാണ് നട്ടുപിടിപ്പിച്ചേക്കുന്നത്. ഈ ചോളം അന്ന് ചോളം ചില സമയത്ത് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി ഓടി കഴിഞ്ഞിട്ട് നേരെ അങ്ങ് അവിടെ കൊണ്ടാകും. അതിൻ്റെ ഇടയ്ക്കൂടെ കാണിച്ചാൽ അങ്ങനെ അവിടെ നമ്മുടെ കോളേജ്. ഇവിടുന്ന് ഒരൊറ്റ വിടലാണ്. ഞങ്ങൾ ഈ പാടത്തുള്ള ഡയഗണലി ഓടിയാണ് ഞങ്ങൾ കോളേജിൽ കയറിക്കൊണ്ടിരുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് എത്തൂല. കണ്ടോ നല്ല ഫ്രഷ് പുളിയൊക്കെ ഉണ്ട്. നല്ല ഒന്നാം തന്നെ ചോളമാണ് കേട്ടോ ഇത്. പുളി പുളിയുണ്ട് കിടില സാധനം. ഇത് ഈ കാളവണ്ടി കഴിഞ്ഞൊരു 12 വർഷമായിട്ട് ഈ കാളവണ്ടി ഇവിടെ തന്നെ. ഈ കാളവണ്ടിയിലും കയറി ഞങ്ങൾ ഒരുപാട് സഞ്ചരിച്ചിട്ടൊക്കെ ഉണ്ട്. അതിന് കുറേ കഥകളൊക്കെ ഉണ്ട്. അതൊന്നും വീഡിയോക്കകത്ത് പുറത്ത് പറയാൻ പറ്റിയല്ല. പോകണം കോളേജിലെ കാര്യങ്ങൾ ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ നേരത്ത് ഇവനെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ഏറെക്കുറെ 2008 ഇവിടെ കോളേജ് തുടങ്ങാൻ നേരത്ത് അന്നേരം കൊണ്ട തന്നാണ്. അപ്പോഴും ഇതുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഏറെക്കുറെ ഇപ്പോൾ എത്ര കൊല്ലമായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. പൊടിയൊക്കെ നീട്ടി വലുതായിട്ടുണ്ടെന്നേ ഉള്ളൂ. അതേ ബുദ്ധിയില്ലാത്തത് ചെക്കൻ തന്നെയാണ്. കൊള്ളാം മൊത്തത്തിൽ. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾക്കൊരു റിഫ്രഷിങ് ഫീലിംഗ് ഉണ്ട്. എന്തായാലും കാര്യം ഇവിടെ ഞങ്ങളുടെ കോളേജിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കാൻ നേരത്തെ ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മകൾ നല്ലതും ചീത്തയുണ്ട്. നല്ലത് മാത്രം എടുത്തിട്ട് നമ്മൾ പുതിയ ഓർമ്മകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ തിരിച്ചു വരും. ബൈ.